ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂട്ടുകൂടി പറയും. ഇന്നത്തെ വീഡിയോ നമ്മുടെ മണ്ണിന്റെ അടിയില് സ്വർണ്ണ ഉള്ളതാണ് കേട്ടോ ഗായ്സ്. മഞ്ഞൾ പറിക്കാൻ പോവാണ് ഗായ്സ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ മോൻ പറഞ്ഞതുപോലെ ഇന്നത്തെ എൻ്റെ വീഡിയോ മഞ്ഞൾ പറിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അവനോട് മഞ്ഞൾ പറിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആരോ പഠിപ്പിച്ചു കൊടുത്ത കടങ്കഥയാണ് മണ്ണിനടിയിലെ സ്വർണ്ണക്കട്ട എന്ന് അവൻ പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് മഞ്ഞളിന് അങ്ങനെയും ഒരു പേരുണ്ടെന്നുള്ളത് തന്നെ ഓർമ്മ വന്നത്. നിങ്ങൾ കാണുന്നത് പോലെ മഞ്ഞൾ പറിക്കുന്നത് നവംബർ ഡിസംബർ മാസത്തിലാണ്. അപ്പോഴത്തേക്കും മഞ്ഞളിൻ്റെ തണ്ടൊക്കെ വീണിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊന്നും നമ്മൾ കടയിൽ നിന്നും മഞ്ഞൾ വാങ്ങാറില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മഞ്ഞൾ ഒരു വർഷത്തേക്കുള്ളത് നമ്മൾ പറിച്ച് ഇതുപോലെ ഉണക്കി പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ വളമൊക്കെ ഇട്ട് തടമൊക്കെ എടുത്ത് കഴിഞ്ഞ കൊല്ലം നട്ട മഞ്ഞളാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത്ര വിളവ് അതിന് കിട്ടിയില്ല. പക്ഷേ ഒട്ടും കെയർ ചെയ്യാത്ത ചൂടുകൾ നന്നായിട്ടുണ്ടാവുകയും ചെയ്തു. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൊല്ലവും മഞ്ഞൾ പറിക്കുന്നതിൻ്റെ അവിടെ തന്നെ ആ തട കുഴിച്ചിടും. അങ്ങനെ അടുത്ത കൊല്ലം നെക്സ്റ്റ് കൊല്ലം അവിടെ മഞ്ഞൾ ഉണ്ടാവുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് മഞ്ഞളുള്ളത്. അപ്പോൾ എനിക്ക് നല്ലൊരു ചൂട് മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നന്നായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്നുമില്ല. അത്ര താഴ്ചയൊന്നുമില്ല. അതവിടെ ടൈലും കഷ്ണമൊക്കെ കിടക്കുന്ന കാരണം ഇതാണ് മണ്ണിനടിയിലെ സ്വർണ്ണക്കട്ട. ഇങ്ങനെയല്ലേ പൊളിയാണോ? അതുണ്ട്. കളർ കുറവാണല്ലോ അല്ലേ? ഒരു കളർ മൂത്തില്ല. അത് പുഴുങ്ങി വരുമ്പോ കളറാവുമായിരിക്കും. എന്നാമ്മേ ഇവിടെ നിക്കമ്മേ, പറയാൻ പറ്റൂലേ? വെയിലാർ കൊള്ളാനായിട്ട് ഇതും വലിപ്പം വെച്ചിട്ടുണ്ട്. വെയിലാർ കൊള്ളാക്കാൻ അല്ലെങ്കിൽ വലിപ്പം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഇവിടെ നമ്മൾ കത്തിക്കാൻ്റെ ചാരത്തിൻ്റെ അംശമൊക്കെ ഉള്ള കാരണം നല്ലപോലെ ഉണ്ടായതാണ്. ഓ കല്ല് കല്ല്
ഇച്ചിരി വേറെ ഒന്നും കുഴപ്പമില്ലടി, അങ്ങോട്ട് ഇട്ടോ. അതൊക്കെ അരിഞ്ഞുണങ്ങുന്ന ഓർത്തേലും അങ്ങ് പോകും. അരിഞ്ഞിട്ടാ ഇനി അരിയുന്നേ? അല്ല, അരിഞ്ഞിട്ട് പുഴുങ്ങും. പുഴുങ്ങിയിട്ട് വലിയ വക വേണമെങ്കിൽ ഒന്ന് കണ്ടിച്ചിടാം, അല്ലെങ്കിൽ മുഴുവനായിട്ടാലും ഉണങ്ങാം. ഉണങ്ങാൻ എളുപ്പത്തിനാണ് അരിയുന്നത്, ചെറുതാക്കുന്നത്. ഇതൊക്കെ എടുക്കും ഏത് തടയൊക്കെ? തട ഏതല്ലേ കുഴിച്ചിടാൻ പൊന്നു സാറ് എൻ്റെ പെണ്ണെന്നെ ചതിച്ചെന്ന്. ഓരോരോ പാട്ടാ. ഒന്നേതാ കുട്ടുമണി ഒരു പാട്ട് പാടിക്കേ. ഓടി ഒരു പാട്ട് പാടിക്കേ. കുട്ടുമണിയുടെ പാട്ട് കേട്ടിട്ട് എത്ര നാളായി ചേച്ചാമ്മ? ഒരു പാട്ട് പാടിക്കേ. ഓ, പഠിക്കുന്ന വലിയ സ്ഥലത്താ. അൽഹംദുലില്ലാ, പഠിക്കണുണ്ടല്ലോ അല്ലേ? ഹൈറ്. ബാക്കി പാട്, ബാക്കി പോർത്തെ. അങ്ങനെ ഇക്കൊല്ലത്തേക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ ഞങ്ങൾ ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ചെമ്പോളം പുഴുങ്ങാനുണ്ട്. കൂട്ടിയിട്ടപ്പോൾ നല്ല അടിപൊളി കളറല്ലേ? ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം പുഴുങ്ങി അരിഞ്ഞ് വെയിലത്തിട്ട് ഉണങ്ങുകയാണ് ചെയ്യാറ്. അപ്പോൾ പുഴുങ്ങി ഉണങ്ങി വരുമ്പോൾ നമുക്ക് ഇത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ മഞ്ഞൾ. ഒരു 9 കിലോ പച്ചമഞ്ഞളുണ്ടെങ്കിൽ 1 കിലോ മഞ്ഞളെ ഉണങ്ങി കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വലിയ മഞ്ഞളെല്ലാം ചെറുതായിട്ടൊന്ന് ഒടിച്ച് കുറച്ചൊക്കെ മണ്ണൊക്കെ ഒന്ന് കളയുന്നുണ്ട്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇല്ല, ഇത് അടുത്ത് പറഞ്ഞോട് പറിക്കാണ്ടായിരുന്നു നീ. നമ്മുടെ ആ ചെടി നിന്നതിൻ്റെ താഴെ ആ നാരകൊള്ള അവിടെ. എവിടെ നമ്മുടെ അടുപ്പ്? മഞ്ഞൾ പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള അടുപ്പ് വീടിനടുത്തുള്ള വിറക് പുരേൻ്റെ അടുത്തായിട്ട് നമ്മൾ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴുകിയതിന് ശേഷം ഇതുപോലെ വലിയ ചെമ്പിലിട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയതിന് ശേഷം തണുത്ത് കഴിയുമ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞ് ഉണങ്ങുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിനകത്തുള്ള ചെളിയും ഈ ഉണങ്ങി വരുമ്പോൾ അതിനകത്തുള്ള ബാക്കിയുള്ള ചെളിയും അഴുക്കും തൊലിയും ഒക്കെ ഈ ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് തന്നെ പോകുന്നതാണ്. മഞ്ഞൾ പുഴുങ്ങാതെ ഉണക്കി ഉപയോഗിക്കുന്നവരും ഉണ്ട്. കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതിനാണ്, പുഴുങ്ങി ഉണക്കി ഉപയോഗിക്കുന്നതിനാണ്. ഇച്ചിരി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മഞ്ഞൾ ഒരു ചെമ്പൂട്ടി നിറച്ചുണ്ട്. പക്ഷേ ഇത് പുഴുങ്ങി ഉണങ്ങി കഴിയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 10 കിലോയൊക്കെ പുഴുങ്ങിയാൽ ഒരു 1.5 കിലോ മഞ്ഞളൊക്കെയാണ് നമുക്ക് പൊടിച്ച് കഴിയുമ്പോൾ കിട്ടുള്ളൂ. ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അത്രയ്ക്ക് അധികമായിട്ട് ഇങ്ങ് കുറഞ്ഞു പോകും. വിറക് തട്ടി നിൽക്കുന്നു. കുറച്ചുകൂടി ഇങ്ങോട്ട് വെക്കണം.
അതിച്ചിരി ഇവിടെ മുൻവശം വെച്ചിട്ട് പൊക്കണം. ഇങ്ങോട്ട് മറിയൂ നേരം അങ്ങോട്ട് നീക്കച്ചേ. ആ മതി, അങ്ങനെ മതി. ഇനി വെള്ളം അത് മതിയാവില്ലേ? ഇത്ര മതി. മഞ്ഞൾ ഇതാവുമ്പോൾ വെള്ളം ഇങ്ങനെ ഇറങ്ങും. മഞ്ഞളേന്ന് നല്ല അറിയും. ചൂടുവെള്ളം വേണ്ട, മഞ്ഞളിൽ നിന്ന് വെള്ളം ഇറങ്ങുമോ? അപ്പോൾ നമ്മുടെ മഞ്ഞൾ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മഞ്ഞളിലേക്ക് നിങ്ങൾ കണ്ടതുപോലെ ഒരു ചെറിയ ബക്കറ്റ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കുറച്ച് വെള്ളം മഞ്ഞളിൽ നിന്ന് തന്നെ ഇറങ്ങും. ഇനി അതിൻ്റെ ആവിയിലിരുന്നിട്ട് അത് പിന്നെ വേവുകയും ചെയ്യും. വെന്ത് കഴിയുമ്പോഴത്തേക്കും വെള്ളം മുഴുവൻ വറ്റുകയും ചെയ്യും. ഇത്രയൊക്കെയാണ് നമ്മുടെ മഞ്ഞളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.